Hello and welcome to Freedom for Design. അപ്പോൾ ഈ വീഡിയോ ഇതിൻ്റെ 11th പാർട്ടാണ്. ഈ ബ്ലെൻഡർ ബിഗിനേഴ്സ് ട്യൂട്ടോറിയൽ സീരീസിൻ്റെ 11th പാർട്ടാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ പറയാൻ പോകുന്നത് നമുക്ക് ബ്ലെൻഡറിൽ എങ്ങനെ ലൈറ്റിംഗ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ പലതരത്തിലുള്ള ലൈറ്റ്സ് ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ അതിൽ നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ എങ്ങനെ ലൈറ്റ് ചെയ്യാം. ഒരു റൂമിനകത്ത് നമുക്ക് ഇൻഡയറക്റ്റ് ലൈറ്റ് ഫോൾ സീലിംഗ് കൊടുക്കുമ്പോൾ നമുക്ക് ഇൻഡയറക്റ്റ് ലൈറ്റ് വരുന്നുണ്ട്, അതുപോലെ സ്പോട്ട് ലൈറ്റ്സ് വരുന്നുണ്ട്, അതുപോലെ പുറത്തുനിന്നുള്ള ലൈറ്റ്സ് വരുന്നുണ്ട്, സൺലൈറ്റ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പലതരത്തിലുള്ള ലൈറ്റ്സ് നമുക്ക് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ബ്ലെൻഡറിൽ അവൈലബിൾ ആണ്. അപ്പോൾ അത് നമുക്ക് ഓരോന്നും എങ്ങനെ കൊടുക്കാം, ഏത് രീതിയിൽ നമുക്ക് അപ്ലൈ ചെയ്യാമെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. വീഡിയോയിൽ വരുമ്പോൾ ഞാനിവിടെ ഒരു സംഭവം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു മോഡലാണ് അത്. ഒരു റൂമുണ്ട് ഇവിടെ. ആ റൂമിൻ്റെ പുറത്ത് നമുക്ക് കുറച്ച് ഗ്രാസ് ഒക്കെ കൊടുത്തിട്ടുള്ളൊരു പ്ലെയിൻ ഉണ്ട്. അതുപോലെ ഇതിന് ഒരു വിൻഡോ ഹോളുണ്ട്. ഇവിടെ നമുക്ക് ഒരു വിൻഡോ ഹോളും കൂടെ കാണാം. ഇതിൻ്റെ മേലെ ഒരു ഫോൾ സീലിംഗ് ഞാൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഒരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഒരു മോഡലുള്ളത്. അതുപോലെ ഇവിടെ ഒരു ക്യാമറയും കാണാം. ക്യാമറ ഞാൻ ഹൈഡ് ചെയ്യാണ്. അടിച്ച് കഴിഞ്ഞാൽ ക്യാമറ ഹൈഡ് ആവും. ഇത് അൺഹൈഡ് ചെയ്യാനായിട്ട് നമ്മൾ വീണ്ടും ഓൾട്ട് ടച്ച് അടിച്ച് കഴിഞ്ഞാൽ ഹൈഡ് ചെയ്ത സാധനങ്ങൾ എന്തൊക്കെയാണെങ്കിലും അത് അൺഹൈഡായി വരും. ഇത് സെലക്ട് ചെയ്യുക. എന്നിട്ട് നമുക്ക് ക്യാമറ വ്യൂവിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്യാമറ വ്യൂവിലോട്ട് പോകും. ആണോ, ഇത് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്യാമറ വ്യൂവിലോട്ട് പോകും. അങ്ങനെ സൂം ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാം. ഇത് തന്നെ വീണ്ടും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ക്യാമറ വ്യൂ അല്ലാണ്ടാവും. അപ്പോൾ ഇതാണ് അതിൻ്റെ ടോഗിൾ വരുന്നത്. ഇതിൻ്റെ ഷോർട്ട് കട്ട് വരുന്നത് 0 ആണ്. 0. ഇപ്പോൾ നമ്മൾ നംപാഡിലുള്ള 0. അപ്പോൾ റൈറ്റ് സൈഡിൽ കീബോർഡിൻ്റെ റൈറ്റ് സൈഡിലുള്ള നംപാഡിലുള്ള 0 അങ്ങനെ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ മാറാം. അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ലൈറ്റ്സ് കൊടുക്കാൻ പോവാണ്. അപ്പോൾ എങ്ങനെ ലൈറ്റിംഗ് കൊടുക്കാം എന്ന് ഞാൻ പറയാം. അപ്പോൾ നമ്മൾ ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ ഷിഫ്റ്റ് എ അടിച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ഇതേ ആഡ് തന്നെയാണ് വരുന്നത്. ഷിഫ്റ്റ് എ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് താഴേക്ക് വന്നാൽ ഇവിടെ ലൈറ്റ് എന്ന് പറഞ്ഞ് കാണാം. ഈ ലൈറ്റിനുള്ളിൽ നമുക്ക് പോയിന്റ് ലൈറ്റ് ഉണ്ട്, സൺലൈറ്റ് ഉണ്ട്, സ്പോട്ട് ലൈറ്റ് ഉണ്ട്, ഏരിയ ലൈറ്റ് ഉണ്ട്. ഇങ്ങനെ 4 ലൈറ്റ് ഇവിടെ കാണാം. ഇതല്ലാണ്ട് നമുക്കൊരു ലൈറ്റും കൂടെ ഉണ്ട്. അത് നമ്മൾ മെറ്റീരിയലാണ്, ലൈറ്റ് മെറ്റീരിയൽ. ഞാൻ കഴിഞ്ഞ ദിവസം മെറ്റീരിയൽ എടുത്തപ്പോൾ ആ മെറ്റീരിയലിനകത്ത് എമിസീവ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ എമിഷൻ മെറ്റീരിയൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ അതാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഇത് നമ്മളിങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ സെലക്ട് ചെയ്തതിൻ്റെ ടോപ്പ് പോർഷൻ നമുക്ക് ലൈറ്റാക്കി മാറ്റാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഷിഫ്റ്റ് എച്ച് അടിച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് നോക്കാം. ഷിഫ്റ്റ് എച്ച് അടിച്ചാൽ ഇതൊഴിച്ച് ബാക്കിയെല്ലാം ഹൈഡ് ആവും. അപ്പോൾ നമ്മൾ ഏതാണോ സെലക്ട് ചെയ്തേക്കുന്നത് അതൊഴിച്ച് ബാക്കിയെല്ലാം ഹൈഡ് ആവാൻ വേണ്ടിയിട്ട് ഷിഫ്റ്റ് എച്ച് ആണ് അതിൻ്റെ ഷോർട്ട് കട്ട് വരുന്നത്. വീണ്ടും എല്ലാം അൺഹൈഡ് ചെയ്യണമെങ്കിൽ ഓൾ ടച്ച് അടിച്ച് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം വരും. അപ്പോൾ നമുക്കിപ്പോൾ ഈ ഒരു ഒബ്ജക്റ്റ് മാത്രമാണ് ഹൈഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ഒബ്ജക്റ്റ് ഹൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വെറുതെ എച്ച് അടിച്ച് കഴിഞ്ഞാൽ അത് ഹൈഡ് ആവും. ഇത് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഇത് ഹൈഡ് ചെയ്യാം. അതുപോലെ ഇത് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഇതും ഹൈഡ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഹൈഡ് ചെയ്യാം. അതിൻ്റെ എളുപ്പ വഴി എന്ന് പറയുന്നത് നമ്മൾ ഓൾ ടച്ച് അടിച്ച് കഴിഞ്ഞാൽ എല്ലാം കൂടെ വന്നു. ഞാൻ ഇത് മാത്രം സെലക്ട് ചെയ്തിട്ട് ഷിഫ്റ്റ് ടച്ച് അടിച്ച് കഴിഞ്ഞാൽ ഇത് മാത്രം സെലക്ട് ആവും, ബാക്കിയെല്ലാം ഹൈഡ് ആവും. ഇതുമേ നമുക്കൊരു കാര്യം ചെയ്യാം. ഇതുമേ ഈ ടോപ്പ് പോർഷനിൽ മാത്രം നമുക്കൊരു അഡീഷണൽ മെറ്റീരിയൽ കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇതിനകത്ത് ഓൾറെഡി ഒരു മെറ്റീരിയൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഈ അപ്ലൈ ചെയ്തതിൻ്റെ മേലെ നമുക്കൊരു അഡീഷണൽ മെറ്റീരിയൽ കൊടുക്കാനായിട്ട് നമ്മൾ ഇവിടെ ഇങ്ങനെ പ്ലസ് അടിച്ച് കഴിഞ്ഞാൽ ഒരു അഡീഷണൽ മെറ്റീരിയൽ വന്നു. അപ്പോൾ ഈ അഡീഷണൽ മെറ്റീരിയലിന്മേൽ നമുക്ക് ന്യൂ ക്ലിക്ക് ചെയ്യുക. ഈ പ്രിൻസിപ്പൽ BSDF മാറ്റിയിട്ട് നമുക്ക് എമിസീവ് മെറ്റീരിയലാക്കാം. എമിസീവ് മെറ്റീരിയലാക്കാനായിട്ട് ഇവിടെ വന്നിട്ട് എമിഷൻ ആണോ, പ്രിൻസിപ്പൽ BSDF ക്ലിക്ക് ചെയ്യുക. എമിഷൻ എന്ന് പറഞ്ഞാൽ ഈ ഓപ്ഷനിലേക്ക് വരിക. ഇപ്പോൾ എമിസീവ് മെറ്റീരിയൽ ആയിട്ടുണ്ട്. നമ്മൾ ഏത് ഫേസിലാണോ കൊടുക്കേണ്ടത് അതിങ്ങനെ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഈ മെറ്റീരിയൽ ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് അസൈൻ മെറ്റീരിയൽ കൊടുത്തു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഓൾറെഡി എമിസീവ് മെറ്റീരിയലായി. ഇത് നമുക്ക് ഇതിൻ്റെ കളറൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. ഇതിൻ്റെ കളർ നമുക്കൊരു വാം കളറാക്കാം അങ്ങനെ. എന്നിട്ട് ഇതിൻ്റെ സ്ട്രെങ്ത്ത് കൂട്ടണേക്കാളും മുമ്പ് ഞാനൊന്ന് അൺഹൈഡ് ചെയ്യാം. ഓൾ ടച്ച് അടിച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ വന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ കാണാം അല്ലേ. ഇതിനെ നമുക്ക് എമിസീവ് മെറ്റീരിയലിൻ്റെ ആ ഒരു ഇത് കാണാനായിട്ട് നമ്മളിവിടെ സ്ട്രെങ്ത്ത് ഇങ്ങനെ കൂട്ടി കഴിഞ്ഞാൽ ഇതിൻ്റെ ലൈറ്റ് നമുക്കിപ്പോൾ ആക്റ്റീവ് ആയിട്ടുണ്ട്. അത് കാണാതെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ മെറ്റീരിയൽ മോഡിലാണ് നിൽക്കുന്നത്. ബാക്കി കാര്യങ്ങളൊന്നും ഇപ്പോൾ കാണുന്നില്ല. ഇത് കാണാനായിട്ട് നമ്മളിപ്പോൾ ഒരു റെൻഡർ മോഡിലോട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ റെൻഡർ മോഡ് എന്തിനാണെന്ന് നമുക്ക് മനസ്സിലായി കാണും. റെൻഡർ മോഡിൽ വന്നാൽ നമുക്ക് ഇതിൻ്റെ റഫായിട്ടുള്ളൊരു ഔട്ട്പുട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഭയങ്കര ലൈറ്റ് കൂടുതലാണ്. അപ്പോൾ ഞാൻ സെലക്ട് ചെയ്തിട്ട് ഇതിൻ്റെ ലൈറ്റ് ഞാനൊരു 2 ആക്കാണ്. അപ്പോൾ ലൈറ്റ് നിങ്ങൾക്ക് കാണാം. ഇതിൻ്റെ കളറും കുറച്ച് കൂടുതലാണ്. ഞാൻ കളറൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അതിൻ്റെ ആവശ്യമുള്ള കളറിലേക്ക് ഞാൻ മാറ്റി. കണ്ടോ, ഇതിൻ്റെ ക്വാളിറ്റി ഒരു പരിധി കഴിഞ്ഞാൽ അത് നിൽക്കുന്നുണ്ട്. അത് നമുക്ക് ഇവിടെ കാണാം. ഇതിൻ്റെ പാത്ത് ട്രേസിങ് സാമ്പിൾ 23 ഇങ്ങോട്ട് 32 വരെ പോകും. ആ 32 എവിടെയാണ് ഡിറ്റക്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ഇതിൻ്റെ ഈ റെൻഡറിങ്ങിൽ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം. വ്യൂ പോർട്ടിൽ നമ്മൾ പാത്ത് ട്രേസിങ് കൊടുത്തിട്ടുള്ളത് 32 ആണ്. അപ്പോൾ ഈ 32 തന്നെയാണ് ഇവിടെ കാണുന്ന റെൻഡറിങ് ഡൺ എന്ന് പറഞ്ഞ് കാണാം. അപ്പോൾ റെൻഡറിങ് ഡൺ, പക്ഷേ ഇത്ര ക്വാളിറ്റിയിൽ വന്നുള്ളൂ. ഇത് നമ്മളിവിടെ 128 ആക്കി കഴിഞ്ഞാൽ ഇത് ശരിക്കും റെൻഡർ ചെയ്യുമ്പോൾ എങ്ങനെ ഇരിക്കും. 128 ആക്കിയിട്ട് നമുക്ക് നോക്കി നോക്കാം.
അതായത് 128 ആക്കിയപ്പോൾ തന്നെ ഇവിടെ ഇത് കയറി പോകണം. ഇത് 128 വരെ കയറി പോകും. ആണോ, അത് കയറി പോകുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ കയറി നമുക്ക് അത്യാവശ്യം ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്ത് ഇത് റെൻഡർ ചെയ്യുന്നതിൻ്റെ പ്രിവ്യൂ ആണ് കേട്ടോ. അപ്പോൾ പ്രിവ്യൂ ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കിങ്ങനെ നീക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രിവ്യൂ ഇങ്ങനെ വീണ്ടും 1 മുതൽ 128 വരെ പോകും. ഞാൻ തൽക്കാലം ഇതിൻ്റെ ഈ ക്വാളിറ്റി നമ്മൾ വീണ്ടും 32 ആക്കി ഇടാണ്. 32 ആക്കിയില്ലെങ്കിൽ നമ്മളുടെ വർക്കിനെ അത് ബാധിക്കും. കാരണം നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ അത് കാണാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. കണ്ടോ, അങ്ങനെ അത് സീൻ ഹെവി ആവും തോറും ഇത് ഇങ്ങനെ ആവുന്നത് കുറച്ചും കൂടെ സ്ലോ ആവും. ഞാനിപ്പോൾ തൽക്കാലം മെറ്റീരിയൽ പ്രിവ്യൂ മോഡിലേക്ക് തന്നെ പോവാണ്. എന്നിട്ട് ഞാൻ ഇതിൻ്റെ ബാക്കിയുള്ള മെറ്റീരിയൽസും കൂടെ കൊടുക്കാം. ഇവിടെ ഞാനൊരു ഈ ലൈറ്റ് ഉണ്ടല്ലേ, ലൈറ്റിൻ്റെ ഈ സെൻറ്റർ പോർഷനിൽ നമ്മൾ അതേ മെറ്റീരിയൽ തന്നെ ഒന്നും കൂടെ കൊടുക്കാം. മെറ്റീരിയലിലേക്ക് വരുന്നു. ഇവിടെ വൈറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ചുറ്റും പുറത്ത് ഒരു വൈറ്റ് മെറ്റീരിയൽ എടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഞാൻ പുതിയൊരു മെറ്റീരിയൽ ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഈ ഫേസ് ഞാൻ സെലക്ട് ചെയ്തു. ഈ ഫേസ് ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇവിടെ അങ്ങനെ ഫേസ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇതിനെ ഞാൻ ഏതാണ് നേരത്തെ കൊടുത്ത മെറ്റീരിയൽ അത് ഇങ്ങനെ ചെയ്തിട്ട് അസൈൻ ചെയ്തു. അപ്പോൾ ഇവിടെയും അത് ആ മെറ്റീരിയൽ അസൈൻ ആയിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതിന് ഒരു സ്പോട്ട് ലൈറ്റ് കൊടുക്കണം. ഇപ്പോൾ ഞങ്ങൾ റെൻഡർ മോഡിലോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇവിടെ ലൈറ്റ് കത്തിയിട്ടുണ്ട് അല്ലേ. ഞാൻ ഇതിലേക്ക് വന്നു. എന്നിട്ട് ഞാൻ ഇതിൻ്റെ സ്പോട്ട് ലൈറ്റും അങ്ങനെയുള്ള സാധനങ്ങൾ കൊടുക്കാം. അപ്പോൾ അതിന് മുമ്പ് ഞാനൊരു സൺലൈറ്റ് പുറത്തിടാൻ പോവാണ്. സൺലൈറ്റ് കൊടുക്കാനായിട്ട് നമ്മളിവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ കർസർ 3D കർസർ ഇവിടേക്ക് വന്നു. ഞാനിവിടെ ഷിഫ്റ്റ് അടിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഞാൻ ഒരു ഇത് കൊടുക്കാൻ പോവാണ്. അതായത് ഒരു ലൈറ്റിൽ വന്നിട്ട് ഈ സൺ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ലൈറ്റ് ഞാൻ ഇവിടെ ഇട്ടു. സണ്ണിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സണ്ണ് ഇട്ടിട്ട് മുകളിലേക്ക് ഇങ്ങനെ പൊക്കുകയാണ്. സണ്ണ് ഇങ്ങനെ പൊക്കി വെച്ചിട്ട് ഇതിൻ്റെ റൊട്ടേഷൻ ഇങ്ങനെ കൊടുക്കാം. അപ്പോൾ ഇത് കാണാനായിട്ട് നമ്മൾ ഇതിൻ്റെ പ്രിവ്യൂ മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിപ്പോൾ സണ്ണിവിടെ വന്നിട്ടുണ്ട്, പക്ഷേ അത് ഫുള്ളി ക്ലിയർ ആവണില്ല അല്ലേ. ഇതിങ്ങനെ വെച്ചിട്ട് നമ്മളിങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ സണ്ണ് ഇവിടെ വന്നതിൻ്റെ ഷാഡോ ഇവിടെ കാണാം. നിങ്ങൾക്ക് കേട്ടോ, ഷാഡോ കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ എന്താ ഉണ്ടാവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് അങ്ങോട്ട്, അതായത് ഇത് ടോപ്പ് വ്യൂ നോക്കുകയാണെങ്കിൽ ഇത് ഇവിടെ നിന്ന് അങ്ങോട്ടാണ്. അതിൻ്റെ ഷാഡോ ഇങ്ങോട്ട് തിരിച്ച് ഞാൻ ഈ ഭാഗത്തു നിന്ന് അവിടെ നിന്ന് ഇങ്ങോട്ടാക്കി ഷാഡോ. ഇപ്പോൾ ഷാഡോ നിങ്ങൾക്ക് കാണാം, ഇതിൻ്റെ ഉള്ളിലേക്ക് ഷാഡോ അടിക്കുന്ന പോലെ കാണാം. ഇപ്പോൾ ഞാൻ അവിടെ ഷാഡോ കൊടുത്തു. ഞാൻ ഈ ഒരു ബോളിൽ ഒരു ചെറിയൊരു ടെക്സ്ചർ ഞാൻ കൊടുക്കാൻ പോകുന്നു. അപ്പോൾ ഇത് നിർത്തിയിട്ട് ഞാൻ ഇതിൻ്റെ ഈ വോളിൽ ഒരു ടെക്സ്ചർ ഞാൻ കൊടുക്കാൻ പോവാണ്. അപ്പോൾ അഡീഷണൽ ആയിട്ടൊരു മെറ്റീരിയൽ എന്നോട് അപ്ലൈ ചെയ്തു. എന്നിട്ട് ന്യൂ കൊടുത്തിട്ട് ഞാൻ ചെയ്തു. ഓൾ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഷെയ്ഡിങ്ങിലോട്ട് വന്നു. എന്നിട്ട് ഈ മെറ്റീരിയൽ സെലക്ട് ചെയ്തു. കണ്ടോ, ഈ ഇതിലിപ്പോൾ 2-3 മെറ്റീരിയൽ ഇവിടെ മാറുന്ന കാണാം. ഞാൻ ഈ മെറ്റീരിയൽ സെലക്ട് ചെയ്തിട്ട് ഞാൻ ഇതിലേക്ക് വന്നിട്ട് ഇത് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് അതിലേക്ക് ഇടാണ്. എന്നിട്ട് ഇതിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കാണാം ഇതിലിപ്പോൾ അപ്ലൈ ആയിട്ടില്ല. ഞാൻ ഈ ഫേസ് മാത്രം സെലക്ട് ചെയ്യാണ്. ഈ ഫേസ് മാത്രം സെലക്ട് ചെയ്തിട്ട് ഈ മെറ്റീരിയൽ എടുത്തിട്ട് അസൈൻ മെറ്റീരിയൽ കൊടുത്തു കഴിഞ്ഞാൽ ഇതിവിടെ അസൈനായി. എന്നിട്ട് ഞാൻ ഇതിൻ്റെ ഈ ഫേസിന് മാത്രം ഈ UV ടെക്സ്ചറിലേക്ക് വന്നിട്ട് ഇതിവിടെ കാണാം അല്ലേ, ഈ ഫേസ് കാണാം. ഈ ഫേസ് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ UV അൺറാപ്പ് കൊടുത്തു. അപ്പോൾ ഇതിങ്ങനെ വലുതായി. എന്നിട്ട് ഞാൻ ഇതിങ്ങനെ സെലക്ട് ചെയ്തിട്ട് G അടിച്ച് Y അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിന് കറക്റ്റ് ഇങ്ങനെ ഇതിൻ്റെ സൈസ് ആവശ്യത്തിന്. ഇപ്പോൾ നമ്മളിതെല്ലാം കൂടെ സെലക്ട് ചെയ്തിട്ട് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഇത് ചെറുതാവും, ഇതിങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഇത് വലുതാവും നമുക്ക് കാണാനുള്ളൂ. ഞാൻ തൽക്കാലം ഇത് ഇങ്ങനെ വെക്കുന്നുള്ളൂ, കാരണം ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു ടെക്സ്ചർ അവിടെ വന്നിട്ടുണ്ട്. ഞാൻ ഇതിങ്ങനെ വെച്ചിട്ട് ഞാൻ അവിടെ നിർത്തി. എന്നിട്ട് ഞാൻ ഇനി ഇതിന് കൊടുക്കാൻ പോകുന്നത് ഇതിൻ്റെ സ്പോട്ട് ലൈറ്റ്സ് ആണ്. സ്പോട്ട് ലൈറ്റ്സ് 2-3 തരമുണ്ട്. അതിന് മുമ്പ് ഞാൻ ഇവിടെ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഈ പറയുന്ന ഇവിടുത്തെ ഏരിയ ലൈറ്റ്സ് നമുക്ക് കൊടുക്കാം. ഈ വിൻഡോയ്ക്ക് 2 ഇവിടെ 2 ഏരിയ ലൈറ്റ്സ്. അപ്പോൾ അതിന് മുമ്പ് ഇവിടുത്തെ റിഫ്ലക്ഷൻ കൂടുതലാണ്. അപ്പോൾ ആ മെറ്റീരിയലിലേക്ക് വന്നിട്ട് ഞാൻ അതിൻ്റെ റിഫ്ലക്ഷൻ കുറച്ചിടാൻ പോവുകയാണ്. ഇതിങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ റഫ്നെസ് ഒരു സ്വല്പം കൂട്ടി നിങ്ങൾക്ക് കാണാം. ഇത് നൈസായിട്ടൊന്ന് കുറഞ്ഞു അല്ലോ. ഇതിൻ്റെ ഈ ഗ്രേനെസ്സും കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടു. ഓക്കെ, ഇനി ഞാൻ ഇതിൻ്റെ ഇതിനകത്തോട്ട് വന്നു. എന്നിട്ട് ഞാൻ ലേഔട്ടിലോട്ട് വന്നിട്ട് ഞാൻ ഇതിൻ്റെ ഈ ലൈറ്റ്സ് എല്ലാം കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു പ്രിവ്യൂ ഒന്നുകൂടെ കാണിക്കാം. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് ലൈറ്റ് കുറവുണ്ട്. അതിപ്പോൾ പുറത്തുനിന്നൊരു സൺലൈറ്റ് വരുന്നുണ്ടെങ്കിലും ഇതിൻ്റെ ഏരിയ ലൈറ്റ്സ് വന്നാലാണ് അതിൻ്റെ ഫുൾ ഫിനിഷിങ്ങിലേക്ക് വരുള്ളൂ. അപ്പോൾ ഇതാണ് എൻ്റെ ക്യാമറ വ്യൂ. അപ്പോൾ ഏരിയ ലൈറ്റ് ഞാൻ കൊടുക്കാൻ പോകണം. വേണമെങ്കിൽ ഇതിനകത്ത് ഇട്ടിട്ട് തന്നെ നമുക്ക് ചെയ്യാം. ജസ്റ്റ് ഇതിനകത്ത് ഇട്ടിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഷിഫ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്താൽ ഇവിടെ വന്നു. എന്നിട്ട് നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ആഡ് ചെയ്യാനായിട്ട് നമ്മളിപ്പോൾ ഇവിടെ വന്നിട്ട് ആഡ് ലൈറ്റ് ഏരിയ. അപ്പോൾ ഞാനൊരു ഏരിയ ലൈറ്റ് ഇട്ടപ്പോൾ തന്നെ ലൈറ്റിങ് മാറ്റം വന്നു അല്ലേ. ഇനി 6 അടിച്ചിട്ട് റൊട്ടേറ്റ് ചെയ്യണം. റൊട്ടേറ്റ് ചെയ്യുന്നത് ഏത് ഡയറക്ഷനിലാണ്? Y ഡയറക്ഷനിലാണ് മാറുന്നത്. Y അടിച്ചിട്ട് -90 അടിച്ച് കഴിഞ്ഞാൽ അതവിടെ വന്നു. G അടിച്ചത് മൂവ് ചെയ്ത് ഈ പൊസിഷനിലേക്ക് വന്നു. എന്നിട്ട് ഞാൻ ഒന്ന് സ്കെയിൽ ചെയ്യാണ്. ജസ്റ്റ് സ്കെയിൽ ചെയ്ത് അതിൻ്റെ പൊസിഷനിലേക്ക് വെച്ചു. എന്നിട്ട്
ഇതിപ്പോൾ ഇങ്ങനെ ഇടുന്ന ആവണോണ്ട് നമുക്കത് കറക്റ്റായിട്ട് വയ്ക്കാൻ പറ്റില്ല. ഇതിങ്ങനെ വെച്ചിട്ട് ഞാൻ ഇതിൻ്റെ എക്സ്റേ മുകളിലേക്ക് പോയിട്ട് ഈ മുകളിലേക്ക് മാറാണ്. എന്നിട്ട് ഇതൊന്ന് കറക്റ്റ് ചെയ്ത് വെക്കാനായിട്ട് ജി എക്സ് അടിച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ച് ഇങ്ങനെ മുമ്പിലോട്ട് വരും. ജി വൈ അടിച്ചിട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ വെച്ചു. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇതിവിടെ വെച്ചിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ തന്നെ ഒരു കോപ്പിയും കൂടി എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഓൾട്ട് ഡി അടിച്ച ഇൻസ്റ്റൻസ് വർക്ക് ചെയ്യും. ഓൾട്ട് ഡി അടിച്ചാൽ ഇതേ ഇൻറ്റൻസിറ്റി തന്നെ ഇവിടെ മാറുന്നതായിട്ട് കാണാം. ഞാനിപ്പോൾ ഷിഫ്റ്റ് ഡി ആണ് അടിക്കുന്നത്. അതപ്പോൾ കോപ്പിയാണ് വരിക. എന്നിട്ട് ഞാൻ റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ഞാൻ 90 അടിച്ച് കഴിഞ്ഞാൽ അത് തിരിഞ്ഞു. എന്നിട്ട് ജി അടിച്ചിട്ട് വൈ അടിച്ചിട്ട് ഞാൻ ഇവിടെ പൊസിഷൻ ചെയ്തു. ജി എക്സ് അടിച്ചിട്ട് ഇത് കറക്റ്റ് പൊസിഷനിലേക്ക് നീക്കി വെച്ചു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് 2 ലൈറ്റ് ഇവിടെ കാണാം. ഞാനിതിൻ്റെ റെൻഡർ പ്രിവ്യൂ മുകളിലേക്ക് ഒന്നുകൂടെ പോകാം. അപ്പം നിങ്ങൾക്ക് കാണാം ഇതിനുള്ളിൽ കുറേ വ്യത്യാസങ്ങളൊക്കെ വന്നു അല്ലേ. ലൈറ്റിങ് കുറേ മാറ്റം വന്നു. അപ്പോൾ ഇതിനകത്ത് ഇതിൻ്റെ ഇൻറ്റൻസിറ്റി നമുക്ക് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഞാൻ ഒരെണ്ണത്തിൻ്റെ ഇൻറ്റൻസിറ്റി കൂട്ടി കാണിച്ചു തരാം. ഇതിങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലൈറ്റ് സെലക്റ്റായി. ഇവിടെ നമുക്ക് 10 വാട്ട് എന്നുള്ളത് അങ്ങനെ കൂട്ടി കൊടുക്കാം. ഞാനൊരു 20 വാട്ട് ഇവിടെ കൊടുക്കുകയാണ്. 20 വാട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ആവശ്യത്തിനുള്ള ഇൻറ്റൻസിറ്റി വന്നു കഴിഞ്ഞു. ഇപ്പോൾ ഇങ്ങനെയാണ് ഈ ഏരിയ ലൈറ്റ് കൊടുക്കുന്നത്. ഈ ഏരിയ ലൈറ്റിൻ്റെയും ഇൻറ്റൻസിറ്റി രണ്ടാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇത് വാം ലൈറ്റൊക്കെ ആക്കാം. തൽക്കാലം ഇപ്പോൾ പുറത്തുനിന്നുള്ള ഡേ ലൈറ്റ് ആയതുകൊണ്ട് ഞാനിത് ഇങ്ങനെ ആക്കുക. ഈ സൈഡിൽ ഇപ്പോൾ 20 വാട്ട്, ഈ സൈഡിൽ 10 വാട്ടിൻ്റെ ഒരു ലൈറ്റാണ് ഞാൻ വെച്ചേക്കുന്നത്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ സ്പോട്ട് ലൈറ്റ്സ് കൊടുക്കണം. സ്പോട്ട് ലൈറ്റ്സ് കൊടുക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഇങ്ങനെ ഈ ലൈറ്റ് ഇവിടെ ഉണ്ട് അല്ലേ, ആ ലൈറ്റ് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഈ പൊസിഷനിലേക്ക് ജസ്റ്റ് ഇങ്ങനെ നമുക്ക് ഈ ലൈറ്റിൻ്റെ അവിടെ നമുക്കൊരു സ്പോട്ട് ലൈറ്റ് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഷിഫ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ അതിൻ്റെ 3D കഴ്സർ വന്നു. എന്നിട്ട് വീണ്ടും ആഡ് ലൈറ്റ്, ഞാൻ ഇവിടെ ഒരു സ്പോട്ട് ലൈറ്റ് ഇട്ട് നോക്കാം ആദ്യം. അത് കഴിഞ്ഞിട്ട് ഞാൻ എങ്ങനെയാണ് IS ലൈറ്റ് കൊടുക്കാമെന്ന് കാണിക്കും. ആദ്യം സ്പോട്ട് ലൈറ്റ് ഇടാം. സ്പോട്ട് ലൈറ്റ് ഇടുമ്പോൾ തന്നെ ഇതിൻ്റെ സ്പോട്ട് ലൈറ്റ് ഇവിടെ വന്നു ആണോ. സ്പോട്ട് ലൈറ്റ് എപ്പോഴും താഴേക്കാണ് ഫേസ് ചെയ്ത് വരുന്നത്. ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ ഈ ലൈറ്റും കൂടെ സെലക്ട് ചെയ്തിട്ട് ലൈറ്റ് ഇവിടെ ഉണ്ട്. ഈ ലൈറ്റും ഈ ഇട്ട ലൈറ്റും കൂടെ ജി വൈ അടിച്ചിട്ട് ഞാൻ എക്സ് അടിച്ചിട്ട് ഞാൻ പുറകിലോട്ട് കുറച്ച് നീക്കി വയ്ക്കാം. ഇങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇൻറ്റൻസിറ്റി ഇങ്ങനെ കൂട്ടി കഴിഞ്ഞാൽ ഇവിടെ വാം ലൈറ്റ്, ഇവിടെ സ്പോട്ട് ലൈറ്റ് അടിച്ച് വന്നു തുടങ്ങി കണ്ടോ. ഞാനിപ്പോൾ ഒരു 500 വാട്ടാക്കി നേരിക്കാം ആണോ, ലൈറ്റ് വന്നു. ഇനി ഇതിൻ്റെ നമുക്ക് ഇതിൻ്റെ സൈസും ഇതൊക്കെ മാറ്റാൻ പറ്റും. അപ്പോൾ അതിൻ്റെ സൈസ് നമുക്ക് ഇവിടെ ആദ്യം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. സൈസ് ഇങ്ങനെ കൂട്ടി കഴിഞ്ഞാൽ ഇത് വലുതാവും. ലൈറ്റ് വലുതാകുമ്പോൾ എന്താണ്ടാവുക, ലൈറ്റ് വലുതാകുമ്പോൾ ഇതിൻ്റെ കോണിൻ്റെ ആ ഒരു ഷാർപ്പ്നെസ് പോയതായിട്ട് കാണാം. ലൈറ്റിൻ്റെ ഷാർപ്പ്നെസ് കുറയ്ക്കാനായിട്ട് നല്ല ഷാർപ്പായിട്ട് വരണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സൈസ് ഒന്ന് കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഷാർപ്പായിട്ട് വരും കാണാം. ഭയങ്കര ഷാർപ്പ്നെസ്സായി. അപ്പോൾ സൈസാണ് ഷാർപ്പ്നെസ് തീരുമാനിക്കുന്നത്. ഞാൻ ഇപ്പോൾ 25 ആക്കി ഇടുകയാണ്. അപ്പോൾ ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ലൈറ്റ് വരും. ഇതൊരു 1000 വാട്ടൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ലൈറ്റ് വരുന്നതായിട്ട് കാണാം ആണോ. ഇനി കോൺ ആംഗിൾ, അതായത് ഈ സ്പോട്ടിൻ്റെ ഒരു കോൺ ആംഗിൾ ഉണ്ട്, അത് നമുക്കിവിടെ കാണാം. ഇതിൻ്റെ കോൺ ആംഗിൾ നമ്മളിങ്ങനെ വലുതാക്കുകയാണെങ്കിൽ ആ കോണ് വലുതായി വരും, കുറച്ചും കൂടെ സ്പ്രെഡിങ് കൂടുതൽ കിട്ടും. അപ്പോൾ ഇതാണ് സ്പോട്ട് ലൈറ്റ്. സ്പോട്ട് ലൈറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ ബ്ലെൻഡായി വരുന്ന അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാം പല തരത്തിലുള്ള ഫീച്ചേഴ്സ് ഇതിനകത്ത് മാറും. ഇത് സ്പോട്ട് ലൈറ്റ് ആണ്. ഈ സ്പോട്ട് ലൈറ്റ് എൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ ഇതിന് പ്രത്യേകിച്ച് ഡിസൈൻസ് ഒന്നും വരില്ല. ലൈറ്റ് വരുമ്പോൾ ഒരു സ്പ്രെഡിങ് ഉണ്ടല്ലോ, അതിൻ്റെ ആ സ്പ്രെഡിങ് കിട്ടാനായിട്ട് നമ്മൾ IS ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ IS എങ്ങനെ കൊടുക്കാമെന്ന് നമുക്ക് നോക്കാം. ഞാൻ ഇവിടെയുള്ള ഈ ലൈറ്റ് ഒന്ന് സെലക്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഒരു കോപ്പി ഞാൻ ഇവിടെ ഉള്ളതാണ്. ഷിഫ്റ്റ് D അടിച്ചിട്ട് വൈ അടിച്ച് കഴിഞ്ഞാൽ ഇതിങ്ങോട്ട് നീക്കാം. നമുക്കിപ്പോൾ ശരിക്കും കാണാനില്ല, അത് ഞാൻ ഈ മോഡിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട്, ഇവിടെ ഒരു ലൈറ്റ് ഉണ്ട്, ഇവിടെ ഒരു ലൈറ്റും കൂടി ഉണ്ട്. ഇപ്പോൾ ഇതിന് നമ്മൾ ഇവിടെ ഷിഫ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 3D കഴ്സർ വന്നു. ഇവിടെ ഞാൻ ഇപ്പോൾ ആഡ് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ലൈറ്റിലോട്ട് വന്നിട്ട് ഞാൻ ഇവിടെ ഒരു പോയിൻറ്റ് ലൈറ്റാണ് ഇടുന്നത്. പോയിൻറ്റ് ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ നമുക്കിപ്പോൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര ലൈറ്റ് ആയിരിക്കും. ചുറ്റും സ്പ്രെഡായിട്ടുള്ളൊരു ലൈറ്റാണ് വരിക ആണോ. സ്പ്രെഡായിട്ടൊരു ലൈറ്റ് ഇവിടെ വന്നതാണ്. ഈ പോയിൻറ്റ് ലൈറ്റിൽ നമ്മളിനി ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ യൂസ് നോഡ്സ് എന്ന് പറഞ്ഞാൽ ഈ ഓപ്ഷൻ ടിക്കിടും. അങ്ങനെ ആക്റ്റീവ് ആക്കി കഴിഞ്ഞാൽ നോഡ് ആക്റ്റീവായി. ഈ നോഡ് ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ നമുക്ക് കുറേ ഓപ്ഷൻസ് അഡീഷണൽ ആയിട്ട് കിട്ടും. അതെന്താണെന്ന് ഞാൻ കാണിക്കാം. അതിന് മുമ്പ് ഞാൻ ഇതിൻ്റെ ഈ സൈസ് ഒന്ന് കുറച്ച് 1 ആക്കി ഇടാണ്. 1 ആക്കി ഇട്ട് കഴിഞ്ഞാൽ ഇതൊരു ചെറിയ ലൈറ്റായി, ഇപ്പോൾ ഒന്നും കാണാനില്ല അല്ലേ. കാണാനായിട്ട് നമുക്ക് ഇനി ഷെയ്ഡിങ്ങിലോട്ട് വരണം. അപ്പോൾ IS ടെക്സ്ചർ ഇതിനകത്ത് കൊടുക്കാനായിട്ട് നമ്മൾ ഷെയ്ഡിങ്ങിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഷെയ്ഡിങ്ങിലോട്ട് വരാം. ഷെയ്ഡിങ് വന്നാൽ നമുക്ക് ഇവിടെ കാണാം ഇത് ലൈറ്റ് ആയതുകൊണ്ട് ഇതിന് എമിഷൻ ഉണ്ട്, അതുപോലെ ലൈറ്റ് ഔട്ട്പുട്ട് ഉണ്ട്. ഇനി ഇവിടേക്ക് നോക്കിക്കോ, ഞാൻ ഇതിൻ്റെ റെൻഡർ ഔട്ട്പുട്ട് ഓൺ ആക്കിയിടാം.
ഈ ലൈറ്റിന് എന്താണ് സംഭവിക്കുന്നത് നോക്കാം. ഞാൻ ഷിഫ്റ്റ് അടിച്ചിട്ട് ഇതിനകത്ത് 2 സാധനങ്ങൾ ആഡ് ചെയ്യണം. ഒന്ന് കൺവേർട്ടറിൽ ബ്ലാക്ക് ബോഡി എന്ന് പറഞ്ഞ സാധനം ജസ്റ്റ് ഇവിടെ ആഡ് ചെയ്തു. അതുപോലെ തന്നെ ഷിഫ്റ്റ് അടിച്ചിട്ട് ഞാൻ ഇതിനകത്ത് ടെക്സ്ചറിൽ IES ടെക്സ്ചറും ഞാൻ ഇവിടെ ആഡ് ചെയ്തു. രണ്ട് സാധനങ്ങൾ ഞാൻ ആഡ് ചെയ്തു. അതായത് ആഡിൽ വന്നിട്ട് നമുക്ക് കൺവേർട്ടറിൽ ബ്ലാക്ക് ബോഡി എന്ന് പറഞ്ഞ സാധനം, അതുപോലെ ടെക്സ്ചറിൽ IES ടെക്സ്ചർ എന്ന് പറഞ്ഞ 2 സാധനങ്ങൾ ഞാൻ ഇവിടേക്ക് ഓൺ ചെയ്തിട്ടു. ഈ ഓൺ ചെയ്താൽ ഈ ബ്ലാക്ക് ബോഡി അതിൻ്റെ കളറാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ ഈ കളറിൽ നമ്മൾ ഇത് ലിങ്ക് ചെയ്തു. അപ്പോൾ തന്നെ നമുക്ക് ഒരു ചെറിയ വ്യത്യാസം ഇവിടെ കാണാം അല്ലേ. ഇനി IES ടെക്സ്ചറിന് ഞാൻ ഇതിൻ്റെ FAC എടുത്തിട്ട് ഇതിൻ്റെ സ്ട്രെങ്ത്തിലേക്ക് ആഡ് ചെയ്തു. അപ്പോൾ ഭയങ്കര വ്യത്യാസങ്ങൾ വന്നു. ആകെ മഞ്ഞപ്പൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ എക്സ്റ്റേണൽ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഇങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ കൊടുക്കുക. ഞാനൊരു IES എടുക്കാൻ പോവാണ്. ഇതിനകത്ത് വന്നിട്ട് നമുക്ക് IES നമുക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. നെറ്റിൽ നിന്ന് ഫ്രീ ആയിട്ട് നമുക്ക് IES ഫയൽസ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് കിട്ടും. വെറുതെ IES ഫയൽസ് എന്ന് പറഞ്ഞാൽ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് IES ഫയൽ ഡൗൺലോഡ് ചെയ്യാം. അതിനകത്ത് ഒരു IES ഇപ്പോൾ ഞാൻ 2 കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ IES 2 കൊടുത്തപ്പോൾ തന്നെ ഇതിനകത്ത് ആ മഞ്ഞപ്പൊക്കെ പോയി, അത്യാവശ്യം ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ സ്ട്രെങ്ത്ത് നമുക്ക് തീരുമാനിക്കാം. സ്ട്രെങ്ത്ത് നമുക്ക് ഇത് ഒരു 0.2 ഒക്കെ മതി. 0.2 കൊടുത്തു. പല സ്ട്രെങ്ത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ ഇത് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ 1500 ആണ്. ആ 1500 ആയതുകൊണ്ടാണ് ഇവിടെ ഒരു ചുവപ്പ് കളർ കാണുന്നത്. ഞാനൊരു കാണാനായിട്ട് ഞാനൊരു 0.5 കൊടുക്കും. നിങ്ങൾക്ക് കാണാം ഇവിടെ ഒരു കളറ് വന്നിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ കളർ ഇപ്പോൾ നമുക്ക് ഒരു ചുവപ്പ് കളറാണ് ഇരിക്കുന്നത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ടെമ്പറേച്ചർ. അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു ഇൻകാൻഡസെൻറ്റ് ലൈറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു IES ലൈറ്റിൻ്റെ ടെമ്പറേച്ചർ വാം ടെമ്പറേച്ചറിൽ നിൽക്കുമ്പോൾ കുറച്ച് റെഡിഷ് ആയിരിക്കും. കൂൾ ടെമ്പറേച്ചറിൽ നിൽക്കുമ്പോൾ അത് കുറച്ച് ബ്ലൂയിഷ് ആയിരിക്കും. അപ്പോൾ വാം ടെമ്പറേച്ചറിൽ ഒരു 3500 എന്നൊക്കെ പറഞ്ഞൊരു റേഞ്ചാണ് നമുക്ക് ഇതുപോലെയുള്ള ഒരു വാംനെസ് കിട്ടാനായിട്ട് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ 3500 നമുക്ക് ഇവിടെ കൊടുത്തു നോക്കാം. 3500 നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് ആവശ്യമുള്ള കളറിലേക്ക് വന്നു. നമുക്കിത് കൂൾ അല്ലെങ്കിൽ ഒരു വൈറ്റ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു 4500 to 6000 കൊടുക്കുകയാണെങ്കിൽ നമുക്കിത് വൈറ്റ് കളറാവും. ഉണ്ടോ? ഇനി ഒരു 9000 കൊടുത്തു തന്നിട്ടുണ്ടാവും. നമുക്കൊരു ബ്ലൂയിഷ് ടോണിലേക്ക് ചെറുതായിട്ട് മാറണം. ഉണ്ടോ? അപ്പോൾ ടെമ്പറേച്ചർ തീരുമാനിക്കുന്നത് ഈ ബ്ലാക്ക് ബോഡിയാണ്. ഞാനിവിടെ ഇതിൻ്റെ ടെമ്പറേച്ചർ നമ്മളൊരു 3500 ആക്കിയിട്ട് ഇടാൻ പോവാം. 3500. അപ്പോൾ അത്യാവശ്യം ഞാൻ ഇതിൻ്റെ ലൈറ്റിങ് കാണിച്ചിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഇതൊന്ന് റെൻഡർ ചെയ്ത് നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ റെൻഡർ ഔട്ട്പുട്ട് ഏകദേശം ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ലൈറ്റ് നമ്മളൊരു സ്പോട്ട് ലൈറ്റ് കൂടെ ഇട്ടിട്ടുണ്ട്. ഇവിടെ ഒരു IES ലൈറ്റ് ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഈ ഇൻഡയറക്റ്റ് ലൈറ്റ് നമ്മളിവിടെ ലൈറ്റ് മെറ്റീരിയൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഒരു ടെക്സ്ചർ നമ്മൾ കൊടുത്തിട്ടുണ്ട്. താഴെ നമ്മളൊരു ഫ്ലോറിംഗ് മെറ്റീരിയൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഏരിയ ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു സൺലൈറ്റും ഇട്ടിട്ടുണ്ട്. ഇത്രയും ലൈറ്റ്സ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഞാൻ ഇതിൻ്റെ റെൻഡർ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീട് കാണിക്കും. റെൻഡർ ചെയ്തിട്ടുള്ള ഔട്ട്പുട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. റെൻഡറിങ് വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നതായിരിക്കും. ഒന്ന് റെൻഡർ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ റെൻഡർ ഔട്ട്പുട്ട്. നിങ്ങൾക്ക് ഈ റെൻഡർ ഔട്ട്പുട്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ഇത് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്യുക. അതുപോലെ ഇതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അതുപോലെ എൻ്റെ സൈഡിലുള്ള ബെൽ ഐക്കോണും ക്ലിക്ക് ചെയ്യുക. താങ്ക് യു.